18 ലക്ഷം രൂപക്ക് 3 ബെഡ്റൂമിൽ ഒരു കിടിലൻ വീട്. സ്ക്വയർ ഫീറ്റിൽ അബ്ദുൽ നാസർ അഫ്ല ദമ്പതികൾക്ക് വേണ്ടി നിർമ്മിച്ച കുഞ്ഞു സ്വർഗത്തിന്റെ മനോഹരമായ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഹൈസം വ്ലോഗ് എത്തിയിട്ടുള്ളത്. ഹലോ ഹായ്, ഐ ആം മുസിന ഷാഫി. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അതിമനോഹരമായിട്ട് ചെയ്ത ഒരു കുഞ്ഞു വീടാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ കാഴ്ചയിലോട്ട് പോയാലോ? അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. 11 സെന്റ് സ്ഥലത്ത് നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ഈ ഒരു വീട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ടിലായിട്ടും സൈഡിലായിട്ടൊക്കെ അത്യാവശ്യത്തിലേറെ മുറ്റൊക്കെ വരുന്നുണ്ട്. മുറ്റൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ബേബി മെറ്റലൊക്കെ വിരിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ എക്സ്റ്റീരിയറിലോട്ട് പോവാം. വളരെ മനോഹരമായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ മൊത്തത്തിൽ സ്ലോ പ്രൂഫ് ആയിട്ടാണ് കേട്ടോ ഇവിടെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ പുറമേന്ന് നമ്മൾ നോക്കുമ്പോൾ പഴമയുടെ ആ ഒരു പുതുമ നിലനിർത്തിക്കൊണ്ട് ഇതുപോലെ ഓടൊക്കെ വിരിച്ചിട്ടുണ്ട്. സെറാമിക് ഓടാണ് കേട്ടോ വരുന്നത്. ഉള്ളിൽ കയറുകയാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനൊക്കെ ആയിട്ട് ഒരു അടിപൊളി വീട്. നമ്മുടെ വീടിന്റെ ഈ ഒരു കളർ കോമ്പിനേഷനോടൊപ്പം ഇവിടെ സിറ്റ് ഔട്ടിലായിട്ട് തന്നെ ഇതുപോലെ ഒരു റെയിലിംഗ് ജിയായിൽ ചെയ്തിട്ടുണ്ട്. അത് വൈറ്റ് കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ചെയേഴ്സും ഫർണിച്ചേഴ്സും ഒക്കെ യൂസ് ചെയ്തു. ഒപ്പം UPVC സ്ലൈഡിംഗ് വിൻഡോസ് കൂടി ആയപ്പോൾ എക്സ്റ്റീരിയറിന് അതൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കില്ലേ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലും സ്റ്റെപ്പിലും ഒക്കെ സെയിം ടൈൽ തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലാൻ ബോക്സും വരുന്നുണ്ട്. അവിടെ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. 638 158 സൈസിൽ അത്യാവശ്യം വലിയ ഒരു സിറ്റ് ഔട്ട് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീതി കുറച്ച് നീളത്തിലാണ് കേട്ടോ വരുന്നത്. നല്ല സൗകര്യത്തിലാണ്. 2 ഭാഗത്തായിട്ട് 2 പില്ലേഴ്സ് ഒക്കെ വന്നിട്ട് ഇവിടെ ഈ ഒരു ജിയായിന്റെ റെയിലിംഗ് ഒക്കെ വന്നപ്പോൾ തന്നെ അത് സിറ്റ് ഔട്ടിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് അല്ലേ. ഒപ്പം ഈ ഒരു എക്സ്റ്റീരിയറിന് മാച്ച് ആക്കിക്കൊണ്ട് തന്നെ നല്ല ഭംഗിയിലാണ് വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഇവിടെ മുകളിലായിട്ടും നീളത്തിൽ ജിയായിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് ഒക്കെ കയറിയിട്ടില്ലേ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് നേരെ നമുക്ക് അകത്തോട്ട് പോകാവുന്ന രീതിക്കാണ് ഇവിടെ നമ്മുടെ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണ്ടേ, അതിനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മുടെ സ്പേസ് വരുന്നത്. അവിടെ വൈറ്റ് കളറിൽ അടിപൊളിയായിട്ട് 3 ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കില്ലേ. അതിനായിട്ട് ഞാൻ മെയിൻ ഡോറിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് WBCയിലാണ് കേട്ടോ. നമ്മുടെ കട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇരുമ്പിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വൈറ്റ് കളറിൽ WBCയിൽ 4/4 വരുന്ന രീതിക്ക് ചെയ്ത ഒരു ഡോറാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നല്ലൊരു വലിയ ബ്ലാക്ക് ഹാൻഡിലും വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ അകത്തെത്തിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ ഇവിടെ ഇത് കാണാൻ. പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള ഇന്റീരിയർ കാര്യങ്ങളൊന്നും എടുത്തു പറയാനില്ല. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. വളരെ നീറ്റ് ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 330 658 സൈസിൽ ലിവിംഗ് ഡൈനിങ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് സെപ്പറേഷൻ ഒന്നും കൊടുക്കാതെ ഒരു വലിയൊരു ഹോളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തമായിട്ട് ഡൈനിങ് മാത്രമല്ല കേട്ടോ, നമ്മുടെ സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ കിച്ചണ്, നമ്മൾ കണ്ട സ്റ്റെപ്പ്, ടോട്ടല് മൊത്തത്തിൽ 6/4 ടൈലാണ് വരുന്നത്. സ്ക്വയർ ഫീറ്റിന് ഏകദേശം 55 രൂപ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു കോർണറിലേക്ക് ഒതുങ്ങിയ തരത്തിലാണ് ഇവരിവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പൗഡേർഡ് ബ്ലൂ ഷെയ്ഡിൽ ഇവർ കസ്റ്റമൈസ് ചെയ്ത സീറ്റർ ആണ് കേട്ടോ ഇത്. ഇനി നമ്മളിത് ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ചെയറൊക്കെ വരുന്നുണ്ട്. ഒരു കുഞ്ഞു ടേബിൾ കേട്ടോ. ഇപ്പൊ എന്തായാലും നമ്മൾ കയറി വന്ന് ഈ ഒരു സ്പേസ് ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവും ഇത് 940 സ്ക്വയർ ഫീറ്റ് ഒന്നല്ല, അതിൽ 3 ബെഡ്റൂമിൽ ഇത്രയും സൗകര്യത്തിലൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെയുള്ള കാര്യം. പക്ഷെ ഇവിടങ്ങൾ നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നാൻ കാരണം തന്നെ ഇവർ അതിനനുസരിച്ചുള്ള സൈസിൽ വരുന്ന ഫർണിച്ചേഴ്സ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ സോഫ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടേബിളും വളരെ മിനിമൽ ആയിട്ട് ചെറിയ ടേബിൾ, ഒതുങ്ങിയ തരത്തിലുള്ള ടേബിൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് തോന്നും. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വൈറ്റ് കളറിലാണ് ടൈല് വരുന്നത്. മൊത്തത്തിൽ വൈറ്റ് പെയിന്റ് ആണ്. അതിന്റെ ഒരു പ്രത്യേകത തന്നെ എന്താ, അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നു. അപ്പോഴേ നല്ല EMI സൗകര്യത്തോട് കൂടിയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ടൈൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലിന് അവസരം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരുപാട് ആഗ്രഹത്തോടും പ്രതീക്ഷയോടൊക്കെ കൂടിയിട്ടായിരിക്കും നമ്മളിൽ പലരും വീട് പണി തുടങ്ങുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ ഇനി ആരും വീട് പണി നിർത്തണ്ട കേട്ടോ. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ടൈൽസും ഗ്രാനൈറ്റും സാനിറ്ററി ഐറ്റംസ് ഒക്കെ 1 രൂപ പോലും കൊടുക്കാതെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഡീറ്റെയിൽസ് അറിയണ്ടേ? കേരളത്തിൽ തന്നെ നമ്പർ 1 ക്വാളിറ്റിയിൽ ടൈൽസും ഗ്രാനൈറ്റും സാനിറ്ററി ഐറ്റംസ് ഒക്കെ നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ബെസ്റ്റ് ടൈൽസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾ കേരളത്തിലെ എവിടെയുള്ള ആളുകളായിക്കോട്ടെ 0 ഡൗൺ പേയ്മെന്റിൽ EMI സൗകര്യത്തോട് കൂടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ടൈൽസും ഗ്രാനൈറ്റും സാനിറ്ററി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാട്ടോ. അതും ഫ്രീ ഹോം ഡെലിവറി ആണ്.
ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ടൈൽസ് ഒക്കെ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ കിട്ടുന്നത്. ഇവിടെ വന്ന് നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവട്ടോ, കാരണം അത്രയേറെ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ തരം ടൈൽസും ഗ്രാനൈറ്റും ഒക്കെ എല്ലാ സൈസിലും ഇവിടെ അവൈലബിൾ ആണ്. അതും ഇത്രയും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടൂല കേട്ടോ. ഗ്ലോസി ആയിട്ടുള്ളതോ മാറ്റ് ആയിട്ടുള്ളതോ ഇനിയിപ്പോ 3D ഡിസൈനിലൊക്കെ വരുന്നതോ ഇനിയിപ്പോ വുഡൻ തീമിൽ വരുന്നതോ ഏത് ടൈലും ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. മാർബിളിനൊക്കെ വെല്ലും തരത്തില് അത്രയും ക്വാളിറ്റിയിലും അത്രയും ഭംഗിയിലാണ് കേട്ടോ ഓരോന്നും വരുന്നത്. പിന്നെ കേരളത്തിനുള്ളിൽ മാത്രമല്ല കേട്ടോ, കേരളത്തിന് പുറത്തോട്ടും ഡെലിവറി അവൈലബിൾ ആണ്. ഇവർക്ക് ലക്ഷദ്വീപിൽ നിന്ന് വരെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഡെലിവറി നടക്കുന്നുണ്ട്. അപ്പൊ സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസും ഗ്രാനൈറ്റും സാനിറ്ററി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ബെസ്റ്റ് ടൈൽസ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് പൊന്നാനി വെളിയങ്കോട് നൈറ പമ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഡോർസ് ഉൾപ്പെടെ വൈറ്റ് തീമിലാണ് കേട്ടോ വരുന്നത്. കറക്റ്റ് ഫുൾ ആയിട്ട് ഒരു ഇംഗ്ലീഷ് ടച്ചിലല്ലേ. ഡോറൊക്കെ വന്നിട്ട് ഫെറോ ഡോർസ് ആണ് കേട്ടോ. ഇവിടാണ് നമ്മുടെ 2 ബെഡ്റൂം വരുന്നത്. ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ 3ാമത്തെ ബെഡ്റൂമും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കിച്ചണും വരുന്നുണ്ട്. തിരിച്ച് നമ്മൾ നമ്മുടെ ഡൈനിങ്ങിന്റെ ഈ ഒരു സ്പേസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ട് ഭയങ്കര ഡിസൈനോ കാര്യമൊന്നും ഇല്ലെങ്കിലല്ലേ നിങ്ങൾ ഈ വോളിൽ ശ്രദ്ധിച്ചോ, ഇതുവരെ ഈ വീടിന്റെ ഒരു ഫ്രെയിം കൊടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടോട്ടലി ഈ ഒരു വോളിനെ ചേഞ്ച് ആക്കാൻ ആ ഒരു ഫ്രെയിം മതി. ഇവിടെ ആയിട്ട് ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിലും അതേപോലെ നമ്മൾ ഫസ്റ്റ് കണ്ട നമ്മുടെ ഡോറിന്റെ 2 സൈഡിൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അതിലായിട്ടും റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്ത് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. നമുക്ക് അവിടുന്ന് കാണാം. ടോട്ടൽ ഈ വീട്ടിൽ കർട്ടൻ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 26,000 രൂപയാണ്. ഇനിയിപ്പോ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഇനി നമ്മൾ വാഷ് ബേസിനിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് മുകളിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ ബേസിലായിട്ട് നാനോ വൈറ്റ് ആണ് കേട്ടോ. അതിൽ വൈറ്റ് കളറിൽ തന്നെയാണ് നമ്മുടെ വാഷ് ബേസും വരുന്നത്. താഴെ സിമ്പിൾ ആയിട്ട് ഒരു കബോർഡും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പൊതുവെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണല്ലേ കൊണ്ടുവരുന്നത്. അത് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ മൊത്തമായിട്ട് ഓപ്പൺ ആയിട്ടല്ല കേട്ടോ, ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ട് നല്ല അടിപൊളി ആയിട്ട് തന്നെയാണ് നമ്മുടെ കിച്ചണിക്ക് ഷോ കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ഹോളിനെയും കിച്ചണേയും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടത്തെ വുഡൻ തീമിൽ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ടൈല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് 2 ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയന്റെ ഭംഗി ഇത്രയും എടുത്ത് കാണിക്കുന്നത് ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ് കേട്ടോ. കൂടാതെ മറ്റു ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ സീലിംഗ് സൂപ്പർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറമേ നിന്ന് നമ്മുടെ സീലിംഗ് ഇല്ലേ സ്ലോ പ്രൂഫ് ആയിട്ടല്ല കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു അടിപൊളിയായിട്ട് ഇതുപോലെ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ഈ വീട്ടിൽ മൊത്തത്തിൽ ഇതുപോലെ സീലിംഗ് ചെയ്യാനായിട്ടുള്ളത് ഏകദേശം 60,000 രൂപയാണ്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ബെഡ്റൂംസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത്. 288 308 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ട് തന്നെ വലിയൊരു റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻഡോസ് ഒക്കെ സീബ്ര ബ്ലൈൻഡ്സ് ആണെന്ന്. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഏരിയ സെറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ. വാർഡ്രോബിനായിട്ട് ഫുൾ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. ആദ്യം കണ്ട ബെഡ്റൂം പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം ഇവിടെ വരുന്നത് കേട്ടോ. ഈ ഒരു ബെഡ്റൂം 208 338 സൈസിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ട് തന്നെ വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യനൊക്കെ വരുന്ന ടൈപ്പാണ് കേട്ടോ. ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ വോളിലായിട്ട് നമ്മുടെ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പകരം ഇവിടെ ഇതുപോലൊരു റെഡിമെയ്ഡ് വാർഡ്രോബാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ 3ാമത്തെ ബെഡ്റൂം നോക്കില്ലേ. ഈ ഒരു ബെഡ്റൂം 308 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻഡോസ് ഒക്കെ UPVC ആണ് കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നില്ല. ഒപ്പം സീബ്ര ബ്ലൈൻഡ്സ് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് 3 റൂമിലും വരുന്നത്. ഈ റൂമിലായിട്ട് ഇപ്പൊ നമ്മുടെ വാർഡ്രോബ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും നോക്കാവേ. 198 158 സൈസിൽ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ടൈലൊക്കെ വിരിച്ചിട്ട് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് വരുന്ന ഒരു ബാത്റൂം ആണ് ഇട്ടത്. അപ്പൊ ഫൈനലി നമ്മൾ ഇനി നോക്കുന്നത് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ. 308 338 സൈസിലാണ് ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത്. ഫുൾ ആയിട്ട് വൈറ്റ് കളറിൽ വൈറ്റ് കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല നീറ്റ് ആയിട്ട് ചെയ്ത ഒരു കുഞ്ഞു കിച്ചൺ ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡൈനിങ്ങിലും നമ്മുടെ കിച്ചണിലും അത്യാവശ്യം നല്ല അടിപൊളി ഷോ കിട്ടുന്ന തരത്തിലാണ് അല്ലേ ഈ ഒരു സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ L ഷേപ്പിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു റാക്ക് വന്നിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതും ടോട്ടലി വൈറ്റിൽ വന്നപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ കബോർഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വൈറ്റ് കളറിലാണ് കേട്ടോ മൊത്തം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് കളറും നമ്മുടെ സിങ്ക് അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് കുഞ്ഞു
കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഓരോന്നിനായിട്ടും അതത് ക്യാബിൻസ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇണങ്ങിയ തരത്തിൽ ഒരു അടിപൊളി വീടില്ലേ. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ 900 സ്ക്വയർ ഫീറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 940 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ 18 ലക്ഷം രൂപയാണ് ടോട്ടൽ ഈ വീട് ചെയ്യാനായിട്ട് ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. ഇനിയിപ്പോ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മറ്റൊരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ആയിട്ട് വരും വരേക്കും. ബൈ ഫ്രം ഹൈസം വ്ലോഗ്സ്.